ഹലോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴോട്ട് വന്നിട്ട് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മദ്രസൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ. അപ്പോൾ ഞാൻ വന്നപ്പത്തിന് ഷേർക്കാക്ക എന്തോ ബ്രെഡ് വെച്ചിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അധികവും രാവിലെ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ചായക്ക് കൊടുക്കാറുള്ളത്. ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോപ്പുറത്തുനിന്ന് അതിൻ്റെ പണിയിലാണ്. ഞാനിവിടെ ചായയും വെക്കുന്നുണ്ട്. ബ്രെഡിൽ മുട്ടയും ചീസും കുക്കുംബറും ഒക്കെ വെച്ചിട്ടുള്ള റൈറ്റാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഉണ്ടാക്കുമ്പോൾ കുറേ ടൈമാണ് കേട്ടോ. ഷേർക്കാക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ പെർഫെക്ഷനിലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും. അതിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരികെ ഒന്നും ചെയ്യൂല കേട്ടോ. അത് തന്നെ നോക്കി അവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഷേർക്കാക്കയാണ് ഷെബിനെ വിളിച്ചു കൊണ്ടാറുള്ളത്. ഇന്നിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എന്തായാലും തിരിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ തന്നെ പോയി വിളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവനക്ക് നീക്കാനും നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. നീക്കാനും ചാടിക്കലൊക്കെ വേഗം കഴിയും. അല്ലെങ്കിൽ പല്ല് തേക്കാനും ഓരോന്നായിട്ട് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇച്ചിരി സർപ്രൈസായിട്ടൊരു സാധനം ഉണ്ടാക്കിക്കൊടുന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം തന്നെ നീച്ചിട്ട് പല്ല് തേക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ വിളിച്ചിട്ട് പല്ല് തേക്കാൻ വന്നിരിക്കണതാണ് കേട്ടോ. അപ്പോൾ അവന് ബ്രഷ് പല്ലിമേക്ക് വെച്ചാലാണ് ഞാൻ അവൻ്റെ അവിടെ നിന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ഇരിക്കും. ഈ പല്ല് തേക്കണ കണ്ടാൽ പിന്നെ ഞാൻ ചായയും ഒക്കെ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ തന്നെ പോകും കേട്ടോ. ചെറിയ മഴയൊക്കെ ഉണ്ട്. രാത്രി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായയാണ് കേട്ടോ. കട്ടൻ ചായ ആകുമ്പോൾ അര ഗ്ലാസ്സൊക്കെയാണ് ഞാൻ കുടിക്കുള്ളൂ. പാൽ ചായ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ കുടിക്കും. അപ്പോൾ പിന്നെ അത് കാരണം കൊണ്ട് കട്ടൻ ചായ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഷെബിക്ക് പിന്നെ പേരിന് ചായ എന്ന് പറയുള്ളൂ. അവൻ കുടിക്കാതെ പോകലാണ് കേട്ടോ. അപ്പോൾ അതൊരു അര ഗ്ലാസ് തന്നെയാണ് അവനക്ക് ഒഴിക്കലുള്ളൂ. എന്നാൽ അവനക്ക് കാണും വേണം. ചായ എന്ന് പറഞ്ഞിട്ട് ചായ എല്ലാവരുടെയും ഒരേപോലെ ചായ ഒപ്പത്തിനൊപ്പം വേണേനും എന്നാൽ അവൻ കുടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ തക്കാളി കുറച്ച് വലുപ്പത്തിൽ മുറിച്ച കാരണം കൊണ്ട് അതെനിക്കിങ്ങനെ കടിക്കണ വലിയ ഇഷ്ടപ്പെട്ടില്ല. വേറൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പത്തിന് പിന്നെ ഐഷു നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവളെയും പല്ല് തേപ്പിച്ചിട്ട് അവൾക്കും ചായയൊക്കെ കൊടുത്തു. ഷെബിനെയും ഡ്രസ്സൊക്കെ മാറ്റിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ തൊപ്പിയും വെച്ച് കൊടുത്തു. ഇപ്പോൾ പോകാൻ സമയമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ സ്പെഷ്യലായ കാരണം കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് അവൻ്റെ കഴിയുന്നത്. അല്ലെങ്കിൽ ഒന്നും കഴിയുന്നല്ല. ഒരുപാട് നേരം പിടിക്കുന്ന ഒരു നേരം വൈകിട്ടുള്ളൊരു പോക്കാണ് പോകൽ കേട്ടോ. ഇന്നിപ്പോൾ സമാധാനത്തിൽ തന്നെ പോകുന്നുണ്ട്. ഷേർക്കാക്ക പോവുകയാണെന്നുണ്ടെങ്കിലും ഷെബി പോവുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്ക് കാണണം കേട്ടോ പോണത്. ആ ഒരു സമയത്ത് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഞാനത് വന്ന് നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഞാൻ ഇവിടെ നിന്നിട്ട് താഴോട്ട് അങ്ങനെ ഇറങ്ങൂല. എന്തായാലും ഷേർക്കാക്ക പോകുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് നോക്കിയേ ചെയ്യുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പുട്ടിനുള്ള പൊടി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഞാനങ്ങനെ പുട്ടിൽ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കലാണ്. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ല രീതിയിലായിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങനെ എടുത്ത് ഉണ്ടാക്കലാണ് കേട്ടോ. അല്ലാതെ ആദ്യം തന്നെ നമ്മളിങ്ങനെ അളവും കാര്യം നോക്കിയിട്ട് പുട്ടിൻ്റെ പാകത്തിന് കുഴച്ച് വെക്കുമല്ലോ, അങ്ങനെ ആക്കി വെക്കൊന്നുമില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ച് വെക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. പുട്ടാകുമ്പോൾ പിന്നെ രാവിലത്തെ പണികളും വേഗം കഴിയും കേട്ടോ. അടുപ്പൊന്ന് കത്തിച്ച് വെച്ചിട്ട് വിറകും ചകിരിയൊക്കെ എടുക്കാൻ പോയതാണ് കേട്ടോ. വിറകും ഇതൊന്നും മുൻകൂട്ടി കുറേ കൊടുന്ന് വെക്കൊന്നുമില്ല. ദിവസവും ഓരോ വിറകായിട്ടൊക്കെ എടുത്ത് കൊണ്ടുവരലാണ് കേട്ടോ.
പിന്നെ എനിക്കിപ്പോഴും പേടി മാറാത്തൊരു സംഭവമാണ് കേട്ടോ വിറക് പെരയിൽ കയറുക എന്നുള്ളത്. എന്തോ ചെറുപ്പം മുതലേ പേടിയാണ്. അന്നൊന്നും പിന്നെ വിറക് പെരയുടെ അടുത്ത് പോലും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റൂലല്ലോ. വിറക് കത്തിക്കണമെങ്കിൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി വിറകൊക്കെ എടുക്കണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ അതാണ്ട് ശീലമായി. പക്ഷെ എന്നാലും എനിക്ക് പേടിയാണ് ഇപ്പോഴും. ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ഞാൻ വിറക് പെരയിൽ കയറുള്ളൂ കേട്ടോ. അങ്ങനെ അടുപ്പൊക്കെ നന്നായി കത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് കുടുക്കയിലുള്ളത് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു രണ്ടാവിലാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാറുള്ളത്. അപ്പോൾ കുടുക്കയിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ ഞാൻ അതിൽ ഒഴിച്ച് വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെയും കുറേ വട്ടം അടുപ്പ് കെടുക ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. വിറക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കത്തിപ്പിടിക്കുന്ന വിറകൊന്നുമല്ല. അപ്പം അങ്ങനെ കത്തിപ്പിടിച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങ ചിരവി തരാൻ വേണ്ടിയിട്ട് വിളിക്കാൻ പോയപ്പോഴത്തേന് പാൽ വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കുപ്പി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മിൽമേന്നാണ് കേട്ടോ. മിൽമ സൊസൈറ്റി ഉണ്ടാവുമല്ലോ, അവിടെ നിന്നാണ് കേട്ടോ പാൽ വാങ്ങുക. പുട്ടിന് പഴം ഉണ്ടാക്കാമെന്ന് കരുതി പഴം ഉണ്ടായിരുന്നു കേട്ടോ, നേന്ത്രപ്പഴം. അപ്പോൾ അത് പുഴുങ്ങാൻ വെക്കുകയാണ്. ഇവിടെ നേന്ത്രപ്പഴം ഇങ്ങനെ പുഴുങ്ങുമ്പോൾ ഒരു ശർക്കര കഷ്ണം കൂടി ഇടാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഐഷു മുട്ടി വാങ്ങി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവളും അവിടെ ഹാളിലൊറ്റക്കായപ്പോൾ വന്നിക്കുകയാണ്. അപ്പോൾ ഷേർക്കാക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും ഞാനങ്ങനെ ഇങ്ങനെ വീഡിയോസ് എടുക്കാറില്ലല്ലോ. അപ്പോൾ പിന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതുവരെയും കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരവാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടത്. എനിക്കാണെങ്കിലും വീഡിയോ എടുക്കുന്നതൊക്കെ കാണുന്നത് വല്ലാത്തൊരു കുറച്ചിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പറഞ്ഞിട്ടും കാണിച്ചെടുക്കൊന്നും ചെയ്തിട്ടുണ്ടല്ല. ആരെങ്കിലും വരുമ്പോൾ ഷീർക്കാക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഷീർക്കാക്ക് വരുമ്പോൾ ഞാനങ്ങനെ മാറ്റി വെക്കാറാണ്. ഇപ്പോൾ പിന്നെ പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിട്ട് കയറി വന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു കേട്ടോ ഞാനിങ്ങനെ എടുക്കുകയാണെന്നൊക്കെ. അപ്പോൾ പിന്നെ അവിടെ തേങ്ങ ചിരവാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പുട്ടും പാനി വെച്ചിട്ടുണ്ട്. അങ്ങനെ പുട്ടും അടുപ്പത്തായിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ഉപ്പേരിക്കുള്ളതൊക്കെ നോക്കണം. അപ്പോൾ കറി ഇന്ന് മോരുകറി വെക്കാമെന്ന് കരുതി കേട്ടോ. തൈര് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഉപ്പേരിക്ക് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തോല് കളഞ്ഞ് വൃത്തിയായിട്ട് കട്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ബീട്രൂട്ട്, ക്യാരറ്റ് അതൊക്കെ മുറിക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും കേട്ടോ. വേറെയുള്ള വെജിറ്റബിൾസ് മുറിക്കുന്നതിനേക്കാളും കുറേ ടൈം അതിന് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബീട്രൂട്ട് ഉപ്പേരി ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ലതല്ലേ എന്നുള്ള രീതിയിൽ കൊടുന്നിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഷെബി ഐഷൊക്കെ നല്ല ഇഷ്ടത്തിൽ തിന്നിട്ടുണ്ടായിരുന്നു. പഴമാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു പഴുപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം വെച്ചിട്ടുണ്ട്. അങ്ങനെ ബീട്രൂട്ടൊക്കെ നുറുക്കി കഴിഞ്ഞപ്പോഴത്തേനും പഴമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചാടിക്കായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുട്ടും പഴമൊക്കെ ആയിട്ട് ചായ കുടിക്കാൻ ഐഷുവിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു. അപ്പോൾ പിന്നെ അവൾക്കും കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ ഉപ്പേരി വെക്കാനൊക്കെ നോക്കിയത് കേട്ടോ. പിന്നെ പണ്ട് മുതലേ ഉള്ള വേറൊരു സ്വഭാവമാണ് എനിക്ക്. എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ വേറെയുള്ള വീട്ടിലത്തെ കറിക്കും ഉപ്പേരിക്കും ഒക്കെ എനിക്കൊരു പൂതി കൂടുതലാണ്. അപ്പോൾ എനിക്കതാണ്, നമ്മളിപ്പോൾ എന്നോ മറ്റേത് കഴിക്കുന്നതല്ലേ, എനിക്ക് അതിനോടാണ് വല്ലാതെ. സാധാ ഉപ്പേരിയും കാര്യങ്ങളായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് അതിനോടാണ് ഇഷ്ടം കൂടുതലുണ്ടാവും കേട്ടോ. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഉപ്പേരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ തിന്നുമ്പോൾ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവലില്ല. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾക്ക് അതല്ലാതെ വേറെ എവിടെയെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചാൽ അതൊരു അതിമോഹമായി പോവുമല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നണ്ടേ. ഈ ഒരു സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ മാത്രമാണോ അങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉപ്പേരി ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. അത് അടുപ്പത്തായ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇനി എന്തായാലും കറിക്കുള്ളത് കറിയും കൂടിയും വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ പുട്ടിന് തേങ്ങ ചിരവിയിൽ തന്നെ ബാക്കി തേങ്ങ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരുപാടൊന്നും പുട്ടിന് തേങ്ങ ഇടൂല കേട്ടോ. എനിക്കെന്തോ കടിക്കണ വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങോട്ട് ഇടലില്ല. അപ്പോൾ മോരുകറിക്ക് വേണ്ടിയിട്ട് എൻ്റേതായ രീതിയിലിടുന്ന ഐറ്റംസാണ് കേട്ടോ അതൊക്കെ. മോരുകറി പിന്നെ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആവുമല്ലോ. എനിക്കിഷ്ടമാണ് കേട്ടോ മോര്, തൈര് അങ്ങനത്തെ പുളിയുള്ള ഐറ്റംസൊക്കെ എന്നും നല്ല ഇഷ്ടം തന്നെയാണ്. ഇന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അതിനുള്ളതൊന്നും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പൊരിച്ചതും അങ്ങനെ അധികമൊന്നും അങ്ങനെ ഐറ്റംസൊന്നും കൊടുത്തയക്കാറില്ല കേട്ടോ. ഒന്നാമത് ഷിബിക്കാണെന്നുണ്ടെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല. സ്കൂൾക്കാണെന്നുണ്ടെങ്കിൽ അവനക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൈര് മതി പറഞ്ഞിട്ട് തൈര് തന്നെയാണ് അധികം കൊടുത്തയക്കാറ്. പിന്നെ നമുക്കത് മാത്രം കൊടുത്തയക്കുമ്പോൾ ഒരു ഇടങ്ങറല്ലേ എന്ന് കരുതിയിട്ട് ഇടയ്ക്കൊക്കെ ഒരു മുട്ടയോ പപ്പടമോ എന്തെങ്കിലുമൊക്കെ പൊരിച്ച് കൊടുക്കാറുണ്ട്. വേറെ കിഴങ്ങോ വെണ്ടയ്ക്ക എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അവനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അതൊക്കെ പൊരിച്ച് കൊടുക്കുമ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നാറില്ല. അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി പറഞ്ഞ പോലെ അവനക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അടുപ്പ് പിന്നെയും കെടും, അത് കത്തിക്കും, അരിയിടും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിലെല്ലാതും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഒരുവിധം ആയപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് സോപ്പിലിട്ടേക്കാന്ന് കരുതി കേട്ടോ. കുറേ ഡ്രസ്സൊന്നുമില്ല. ഷേർക്കാക്കാൻ്റെ ഇപ്പോൾ ഷേർക്കാക്ക തന്നെയാണ് തിരുമ്പാറുള്ളത്. എൻ്റെയും പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ കുളിമുറിയിൽ തന്നെ അങ്ങോട്ട് തിരുമ്പി എടുക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളുടെ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അത്ര ഭാരം തോന്നൂല. അത് മാത്രമേ തിരുമ്പാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ സോപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടിച്ചു ഓരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുട്ടായ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ റൂമൊക്കെ അടിച്ചോരി വന്നപ്പോഴാണ് എനിക്കിപ്പോൾ ആ ഒരു ബോധോദയം ഉണ്ടായത്. ഇന്ന് പുട്ടാണല്ലോ. അപ്പോൾ പിന്നെ ചായ കൂടി കഴിയാതെ അടിച്ചോരി കഴിഞ്ഞാൽ നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടും. കാരണം അടിച്ചോരിയതിന് ഒരു കാര്യം ഉണ്ടാവില്ല, ഫുള്ള് അവിടെ പരന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ റൂമും ഒക്കെ അടിച്ചോരിയിട്ട് ഞാൻ ഹാൾ അടിച്ചോരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹാള് അടിച്ചോരാതെ അങ്ങോട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഐശ്വര്യൊന്നും കാണാനില്ലല്ലോ എന്ന് കരുതിയിട്ടൊന്ന് മേലൊക്കെ പോയി നോക്കി. കുറേ നേരമായി ഇവിടുന്ന് കാണാതായിട്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേലൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ പിന്നെ ഷേർക്കാക്കി ഐശ്വര്യ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെയും പോയി കിടന്നുറങ്ങിക്കണു. അപ്പോൾ അത് കണ്ടപ്പോൾ ആരെങ്കിലുമൊക്കെ കിടക്കണ കാണുമ്പോൾ നമുക്കൊന്ന് പൂതിയാവുമല്ലോ. അപ്പോൾ ഞാനും ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നീച്ച് വന്ന് ഷേപ്പി മദ്രസ ഇട്ട് വന്നപ്പോൾ അവനക്ക് ചായയൊക്കെ കൊടുത്ത് ബാക്കി അടിച്ചോരാളുള്ളതും അടിച്ചോരി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരുമ്പാൻ പോകണമെങ്കിൽ നമുക്കൊരു എനർജിയൊക്കെ വേണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ തിരുമ്പാനും പോയിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന കല്ലുമ്മയായിട്ടാ ഞാൻ തിരുമ്പുക. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് രാവിലത്തെ മരുന്ന് കുടിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ മരുന്നും കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ വാഷ് ബേസൊക്കെ കഴുകി തുടക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ളൊക്കെ തുടച്ച് അപ്പോഴത്തേന് ഞാൻ ഫോണിൽ ചാർജും കുറവായിരുന്നു. പിന്നെ അങ്ങനെ ഫോണൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിച്ച് വന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്നു കേട്ടോ. അപ്പോൾ പിന്നെയാണ് ചോറ് കഴിച്ചത്. ഞാൻ ചോറ് കഴിക്കുമ്പോഴൊന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ചീർക്കാക്ക് വിളമ്പുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും മോര് കറിയും അതുപോലെ മീൻ തലേ ദിവസത്തെ 2-3 ബാലൻസ് ഉണ്ടായിരുന്നത് പൊരിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് മീൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചീർക്കാക്ക് മുട്ട കൂടി പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരാൾ ഉപ്പേരി ഇഷ്ടമായിട്ട് ഇനി ഉപ്പേരി വേണേന്ന് പറഞ്ഞിട്ടൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഉച്ച വരെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പാക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യൂ കേട്ടോ.